കൂട്ടുകാരുണ്ടല്ലോ, അപ്പോൾ അടുപ്പുള്ള ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള കൂട്ടുകാരുണ്ട്. ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ നവീനെ പോലെയുള്ള കൂട്ടുകാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള ആളുകളൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഒരു പുതിയൊരു കമ്പാനിയൻഷിപ്പ് പോലത്തെ ഒരാൾ, നമ്മുടെ കൂടെ ഒരു ഒപ്പമുള്ള ഒരാൾ, നമ്മളോട് ഈ യാത്ര ചെയ്യാൻ പോകുന്ന ഒരാളുണ്ട് എന്നൊക്കെ ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ അറിയിക്കുകയാണ്, നിങ്ങളെ ആളുകൾ സെലിബ്രേറ്റ് ചെയ്യാണ്. എന്തായിരുന്നു അവരുടെയൊക്കെ പ്രതികരണങ്ങൾ? ഒന്ന്, എന്നെപ്പറ്റി എന്തെങ്കിലും മോശമായിട്ട് ഇതൊക്കെ ഒന്ന് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയാൻ പേടിയുള്ളവരാണ് കൂടുതലും. എന്നെ ഒരു ഇച്ചിരി പേടിയാണ്. എൻ്റെ സ്വഭാവം എന്താണെന്ന് ഇവർക്കൊക്കെ കറക്റ്റായിട്ട് അറിയാം. അടുത്ത വായിൽ കേൾക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളതും അവർക്ക് കറക്റ്റായിട്ട് അറിയാം. ഇപ്പോൾ നവീനായാലും മനീഷിനായാലും ഒക്കെ നമ്മൾ ആരാണെന്നെല്ലാം അറിയാം. ഒറിജിനൽ നമ്മൾ എങ്ങനെയാണ് എന്നുള്ളത് അറിയാം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഇതോ എന്താ പറയുക, നമ്മൾ കടന്നു പോയിട്ടുള്ള വഴികളും അറിയാം, നമ്മൾ പോയിട്ടുള്ള വിഷമഘട്ടങ്ങളും എല്ലാം അറിയുന്നവരൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ അവർക്കൊന്നും അങ്ങനത്തെ ഉപദേശിക്കാനോ പിടിക്കാനോ ഉപദേശിച്ചിട്ട് കാര്യമില്ല, അത് മനസ്സിലായതുകൊണ്ടായിരിക്കാം, അത് അവർക്ക് അറിയുന്നതുകൊണ്ടായിരിക്കും, അതിനൊന്നും നിൽക്കാറില്ല. ഏത് വഴിയാണോ ആ വഴി തന്നെയാണ് നമ്മൾ എന്നുള്ള രീതിയിലാണ് പോവാറ്. കുഴപ്പമൊന്നുമില്ല. അപ്പം അമ്മയല്ലാതെ ഇപ്പോൾ ഭയങ്കരമായിട്ട് കൂട്ടം അങ്ങനെ തോന്നുന്ന ഒരു സീരിയൽ സുഹൃത്തോ ഒക്കെ ഉണ്ടെങ്കിൽ ആരായിരിക്കും? ആണോ പെണ്ണോ? ആര് വേണമെങ്കിൽ. അല്ല, അങ്ങനെയൊന്നുമില്ല. എല്ലാവരും നമുക്ക് ഇഷ്ടം. മിക്കവാറും സീരിയൽ ഫീൽഡിലൊക്കെ, എല്ലാ ഫീൽഡിലൊക്കെ ഉണ്ടാവും, നമ്മുടെ ഫീൽഡിൽ ഇച്ചിരി കൂടുതലാണ്. നമ്മൾ വിചാരിക്കും ഇവരൊക്കെ നമ്മളോട് ഭയങ്കര അടുപ്പമുള്ളവരായിരിക്കും എന്ന്. പക്ഷേ ഇതേ ആൾ തന്നെ അപ്പുറം പോയിട്ട് നമ്മളെപ്പറ്റി മോശം പറഞ്ഞെന്ന് കേൾക്കുമ്പോഴാണ് ഞാൻ ഇയാൾ എന്നെപ്പറ്റി ഇങ്ങനെ പറഞ്ഞോ എന്ന് ഞാൻ അന്തം വിട്ടു പോയിട്ടുള്ള ആൾക്കാരുണ്ട്. ഓക്കെ, ഞാൻ അത്ര അടുത്ത് അയ്യോ നല്ല ആളാണ് കേട്ടോ, അല്ലെങ്കിൽ നല്ല കുട്ടിയാണ് കേട്ടോ എന്ന് ഞാൻ അവളടുത്ത് പറഞ്ഞിട്ടുള്ള ആൾക്കാർ തന്നെ അപ്പുറത്ത് ഞാൻ മാറ്റി പറയേണ്ടി വന്നിട്ടുണ്ട്. എന്നെപ്പറ്റി ഇയാൾ ഇങ്ങനെ പറഞ്ഞ് കേട്ടു, ഇങ്ങനെ ഒരാളടുക്ക് പറഞ്ഞു. ഞാനും അപ്പോൾ നമ്മളെന്ത് ചെയ്യും, ഒരു ഡിസ്റ്റൻസ് അവരുമായിട്ട് കീപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരുടെ അടുത്തും ഞാനൊരു ഭയങ്കര എൻ്റെ ഈ പൊട്ടവായാന്നേ ഞാൻ എല്ലാവർക്കും ഉള്ളത് അങ്ങ് പറഞ്ഞു നടക്കും. അതൊരു പ്രശ്നമുണ്ട് എനിക്ക്. അത് എനിക്ക് തന്നെ പാരയായിട്ടുമുണ്ട്. അങ്ങനെ പാടില്ല. നമ്മൾ എല്ലാം അങ്ങോട്ടും എല്ലാവരുടെ അടുക്കും തുറന്ന് പറയാൻ പാടില്ല. ഇതിൽ എത്ര പേര് അത് നല്ലതായിട്ട് എടുക്കണം എന്നില്ല. പലരും അത് വേറൊരു രീതിയിൽ എടുക്കാനുള്ള സാധ്യതയുണ്ട്, അത് അപ്പുറം പോയി പറയാൻ സാധ്യതയുണ്ട്. അങ്ങനെ വിശ്വസിച്ച് രഹസ്യം പറഞ്ഞവരൊക്കെ പിന്നെ ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ എനിക്ക് അനുഭവങ്ങളുണ്ട്. അതിൽ നിന്ന് തന്നെ എനിക്ക് നല്ല ഭയങ്കര കട്ടയാണെന്ന് തോന്നിയിട്ടുള്ള കുറേ പേര് ഞാനിപ്പോൾ അകറ്റ്, അത് അവർക്കും അറിയില്ല. ഞാൻ അവർക്ക് പറയോ അതിനെപ്പറ്റി ഡിസ്കസ് ഒരു ഡിസ്റ്റൻസ് കാണുമ്പോൾ ഹായ് ബൈ ഉണ്ട്, എല്ലാം ഉണ്ട്, ചിരിയും കളി എല്ലാം ഉണ്ട്, അതൊന്നും മാറ്റമൊന്നുമില്ല. പക്ഷേ ഒരു ഡിസ്റ്റൻസ്. ഇതിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഞാൻ പറയാം, ഇപ്പം നമ്മൾ കന്യാദാനം സീരിയൽ ഞാൻ ചെയ്യുന്നത്. കന്യാദാനം സീരിയലിൽ ഒരുത്തനുണ്ട്. ഇവൻ ആദ്യമൊക്കെ ഞാൻ നോക്കിയപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഭയങ്കര ഫ്രണ്ട്ലിയാണ്, നമുക്ക് എല്ലാ കാര്യവും പറയാൻ തോന്നുന്ന ഒരാൾ എന്നൊക്കെ തോന്നുന്നു. ഭയങ്കര ആത്മീയമായിട്ടൊക്കെ ആയിട്ട് പോകുന്ന. അപ്പം ഇതൊക്കെ പറഞ്ഞ് ഇവർക്ക് വർത്താനൊക്കെ പിന്നെ ആണ് മനസ്സിലായത് ഇവൻ ഇങ്ങനെയുള്ള ആളെ അല്ല, ഇതൊക്കെ ഒരു പുറം മോടി മാത്രമാണ് ഇവൻ്റെ എന്നുള്ളത് മനസ്സിലായത് എനിക്ക് പിന്നീടാ. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള പെൺകുട്ടികളെടുക്കെ പോയിട്ട് ഇന്ന് മെനക്കെടുന്ന് ആലോചിച്ച് നോക്കി, തപ്പിപ്പിടിച്ചിട്ട് ഇവർക്ക് മെസ്സേജ് അയച്ചു വിടുക, ഇവനെ സൂക്ഷിക്കണം എന്നെ. എന്തൊരു മരണം നോക്കണം ഇവൻ അല്ലേ? ഇവൻ എന്നിട്ട് മെസ്സേജ് അയച്ചു വിടുക. എന്നിട്ട് എൻ്റെ വർഷങ്ങളായിട്ടുള്ള സുഹൃത്തുക്കളായിരിക്കും കേട്ടോ ഈ കുട്ടികൾ. ഈ പൊട്ടനും മനസ്സിലാവോ ഇവർ എൻ്റെ ഇടയ്ക്ക് ഇതൊന്ന് പറയുന്നുള്ളത് മനസ്സിലാക്കണ്ടേ? ഇവർ അപ്രോച്ച് ചെയ്യുക ഇന്ന് പരിപാടി. അതോടുകൂടി ഞാൻ മെല്ലെ അവരോടുള്ള അതങ്ങ് സ്റ്റോപ്പാക്കി. ഇപ്പോൾ കാണുമ്പോൾ ഹായ് ബൈ അത്ര തന്നെ. പക്ഷേ പെണ്ണുങ്ങളെ പിന്നെ ഈ നമ്മൾ പറയുക ഈ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന സ്വഭാവമില്ലേ, അത് പെണ്ണുങ്ങളെക്കാളും കൂടുതൽ ഇവനാ. അങ്ങനത്തെ സ്വഭാവമുള്ള ഒരുത്തൻ ഉണ്ട് നമ്മളെ കന്യാദാന സെറ്റിൽ. ആരാധിപ്പോൾ കണ്ടവർക്ക് മനസ്സിലായിരുന്നു, എനിക്ക് പുല്ലാണ് പാടാ അവിടുന്ന്. അപ്പോൾ അവരെ സൂക്ഷിക്കണം എന്നുള്ളത്. അവിടെ തന്നെ പല ആൾക്കാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവൻ്റെ അറിയില്ല. അവിടെ നിൽക്കും വളരെ നല്ലവനാണ്, സാത്വികനാണെന്ന് പറയുന്നത്. അല്ല കള്ളു കുടിക്കില്ല, വേറൊന്നുമില്ല. ജെൻറ്റിൽമാൻ ലുക്ക്, ജെൻറ്റിൽമാൻ പരിവേഷം.
ഇതാണ് ഞാൻ പറഞ്ഞത്, വില്ലന്മാരായിരിക്കണം എന്നില്ല റിയൽ ലൈഫിൽ. ഇങ്ങനെയുള്ളവരുണ്ട്. ഇവർ നമ്മളെ പറ്റി ഇത് നമ്മൾ വേറെ ആരും പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല. ഇതിൻ്റെ വോയിസ് റെക്കോർഡ് വരെ നമ്മളെ കയ്യിലുണ്ടെന്നേ. മനസ്സിലായോ? ഈ വോയിസ് വരെ ഇയാൾ അയച്ചു കൊടുത്ത വോയിസ് വരെ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ അത് മാത്രമല്ല, നല്ല രീതിയൊന്നുമല്ല അവിടെ പെരുമാറുന്നത്. ഇവിടെ വീഡിയോ പിന്നെ സ്വന്തം അയച്ചു കൊടുക്കുന്നുണ്ട്, അതും എൻ്റെ കയ്യിലുണ്ട് കേട്ടാ. കളിക്കൊന്നും വേണ്ട, അതൊക്കെ എൻ്റെ കയ്യിൽ സേഫായിട്ടുണ്ട്. അപ്പോൾ ഇത് അയച്ചു കൊടുക്കും. നമ്മളുടെ ഒരു പോസ്റ്റ് എങ്ങാനും ഇവരിട്ട് കഴിഞ്ഞാൽ ഇവ പടങ്ങും അവരടുത്ത്. ഇത് നിങ്ങളാരാണ് ഇവൻ, നമ്മളെ ഒന്ന് നോക്കുമ്പോൾ ഇവൻ്റെ എന്നിട്ട് അവർ പറഞ്ഞു, ഹലോ നിന്നേക്കാൾ മുമ്പേ ഉള്ള ഫ്രണ്ട്ഷിപ്പാണ് നമ്മൾ തമ്മിൽ. ഇവന് ഈഗോ ആരും വല്ല ആവശ്യമുണ്ടോ? ഇങ്ങനെയുള്ളവരും ഉണ്ട്. അപ്പം പിന്നെ നമുക്ക് ഇവനൊക്കെയാണോ ചേർത്ത് പിടിക്കേണ്ടത് അല്ലേ? തന്നെ അതിലുള്ള ഉത്തരം. മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര കംഫർട്ടായിട്ടുള്ള ഒരാൾ, അയാൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുക. അങ്ങനെയാണെങ്കിൽ ഈശ്വരും അമ്മയും ഒരുമിച്ചാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടാവുന്നത് ഒരു തെറ്റൊന്നുമില്ലല്ലോ. തെറ്റൊന്നുമില്ല, അതിനിപ്പോൾ തെറ്റ് വേറെന്ത്? അപ്പോൾ അത് അങ്ങനെ തന്നെ അങ്ങ് പ്രകടിപ്പിച്ചൂടെ? അതിന് അങ്ങനെ പറയാറായില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ഒരു ഇതിലിങ്ങനെ നിൽക്കുന്നു, ഇങ്ങനെ അങ്ങ് പോകുന്നു. നമ്മളിങ്ങനെ ഒരു വഴിക്കേ കൂടി അങ്ങ് പൊക്കോട്ടെന്നേ. അത് വേറെ കളറുകളൊന്നും അതിലിപ്പോൾ വലിയ കളറുകളൊന്നും ചേർക്കാനില്ല. എന്തെങ്കിലും കളർ ചേർക്കാനാകുമ്പോൾ ഞാൻ പറയാം കേട്ടാ. പക്ഷേ ഈ ഒരുമിച്ചാണ് താമസിക്കുന്ന ആളുകൾ എഴുതി വിടുന്നത് കാണുമ്പോൾ ആൾക്കാർക്ക് എന്താണെന്ന് എഴുതി വിടാൻ പറ്റില്ലാത്തത്? അവർക്കൊക്കെ എന്ത് വേണമെങ്കിൽ പറയില്ലല്ലോ. നമ്മൾ ഒരുമിച്ച് താമസിക്കാത്തിട്ടൊന്നുമല്ല. ഇപ്പോൾ നമ്മൾ ട്രിപ്പ് പോകുന്നതല്ലേ, നമുക്കെന്താ ഒരുമിച്ച് താമസിച്ചാൽ എന്താണ്? നമ്മളിപ്പോൾ ഒരുമിച്ച് ചിലപ്പോൾ ലേറ്റായിട്ട് വന്ന് ചിലപ്പോൾ ലേറ്റായിട്ട് പോകുന്നു. അപ്പോൾ ചിലപ്പം ഒരുമിച്ച് താമസിച്ചു വരും. അതിനെന്താ? ഒന്നിച്ച് നമ്മൾ ചിലപ്പം ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു വരും. അതിനെന്താ കുഴപ്പം? എന്താ ആണെങ്കിൽ തന്നെ എന്താ കുഴപ്പം? അതുകൊണ്ട് എല്ലാ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. രണ്ട് വ്യക്തി അതുകൂടിയാണല്ലോ പണ്ട് 1947 മഹാത്മാഗാന്ധി വാങ്ങിയെടുത്ത് തന്നത്. കുറച്ച് വികാരമൊക്കെ വിക്ഷോഭിക്കാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു. വികാരങ്ങളൊക്കെ വിക്ഷോഭിച്ചുള്ള ആൾ തന്നെയാണ്. ഇനിയിപ്പോൾ അടുത്ത ചോദ്യം ഞാൻ വിചാരിച്ചു വികാരത്തെ പറ്റിയുള്ള ചോദ്യം. ഞാനൊരു വികാര ജീവിയാണ്. ആണോ? ആണ്, എല്ലാ അർത്ഥത്തിലും. എല്ലാ അർത്ഥത്തിലും, എല്ലാ ഭൗതിക സുഖങ്ങളും. പിന്നെ എൻ്റെ നോട്ടം തന്നെ ശരിയല്ല എന്ന് പലരും പറയാണ്. ഇവൻ നോക്കി ഗർഭമുണ്ടാക്കുന്ന ജാതിയാണ് പറയാറുണ്ട്. അതെൻ്റെ ഒരു പ്രശ്നമാണിത്. ഞാൻ വെറുതെ ഒരാളെ നോക്കിക്കഴിഞ്ഞാൽ വിചാരിക്കും ഇവൻ്റെ മോശമായിട്ടുള്ള നോട്ടം എന്ന് വെച്ചാൽ സീരിയലിൽ ഇങ്ങനെയുള്ള ക്യാരക്ടറാണല്ലോ ചെയ്യുന്നത്. അപ്പം നമ്മളിങ്ങനെ നോക്കുമ്പോൾ തന്നെ അവർക്ക് തോന്നും ഇവൻ്റെ നോട്ടം ശരിയല്ലല്ലോ എന്ന് തോന്നും. അത് ഞാൻ ജനിച്ചപ്പോൾ മുതൽ ജന്മനാ ഇങ്ങനെയാണ് എൻ്റെ നോട്ടം. അത് എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, വൃത്തിയായിട്ട നോട്ടം എന്നൊക്കെ പറയും. ഇവൾ പറയാറുണ്ട്, നമ്മളീ പെൺപിള്ളേരൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ നോക്കുമല്ല, ഇങ്ങനെ നോക്കുന്നതാണ് എന്തൊരു നോട്ടാ മനുഷ്യൻ ഇങ്ങനെ നോക്കുന്നത്. ഞാൻ എന്തേ നോട്ടത്തിൽ തന്നെ ഉരിഞ്ഞു പോകും. എങ്ങനെ ഇവർക്ക് തോന്നിയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും? എനിക്ക് എൻ്റെ കണ്ണ് കുത്തിപ്പിടിച്ച് കളയാൻ പറ്റുമോ? അത് പറ്റില്ല. അത്രേ ഉള്ളൂ. ഒരുപാട് പറയാനുള്ളതൊക്കെ ഈ അഭിമുഖത്തിലൂടെ പറഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നല്ലോണം നല്ല രീതിയിൽ ചോദിച്ചു. നല്ല സ്പേസ് തന്നു. താങ്ക് യു. ഡെഫിനറ്റ്ലി. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ സ്പേസ് അത് നിങ്ങളുടെ മാത്രം പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെ അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ. പുതിയൊരു കമ്പാനിയൻ വന്നതുകൊണ്ട് ജീവിതത്തിന് കുറച്ചുകൂടി പ്രകാശമുണ്ട് ഒരു അവസ്ഥയിലേക്ക് എത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായും. അപ്പം നല്ല മനുഷ്യനായിട്ട് തന്നെ തുടരാൻ സാധിക്കട്ടെ. ഈ ഒരു തുറന്ന സംസാരം ഉണ്ടല്ലോ, അതൊരു വലിയ ക്വാളിറ്റിയാണ് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച്. അപ്പോൾ അതും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. സീരിയലുകളിൽ നിന്നുള്ള വില്ലൻ്റെ ഒക്കെ അപ്പുറത്തേക്കുള്ള പരീക്ഷണങ്ങളും അഭിനയിക്കാനുള്ള വേഷങ്ങളൊക്കെ ലഭിക്കട്ടെ. നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം. നമസ്കാരം. താങ്ക് യു.